ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല കട്ട കറുപ്പായിട്ട് അല്ലെങ്കിൽ ഇടതൂർന്ന മുടി ഒട്ടും നര ബാധിക്കാതെ താരൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാനായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. അപ്പം നമുക്കിതിനായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കുറച്ച് ടിപ്പുകളുണ്ട്. അതിലൊരു ടിപ്പാണ് നെല്ലിക്ക കൊണ്ടിട്ടുള്ള ഒരു ടിപ്പ്. ഇത് ഉണങ്ങിയ നെല്ലിക്കയാണ്. ഇത് ഞാൻ വീട്ടിൽ സ്വന്തമായിട്ടുള്ള മരത്തിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഉണക്കിയിട്ട്. അപ്പോൾ ഇതിന് ചെറിയ തരം നെല്ലിക്ക ആയതുകൊണ്ട് ഇതിൻ്റെ കുരു മാറ്റി ഉണക്കാനൊന്നും പറ്റിയില്ല, അങ്ങനെ വാരിയിട്ട് ഉണക്കിയെടുത്തതാണ്. ഇനി നിങ്ങൾക്ക് ഉണക്കണമെന്നുണ്ടെങ്കിൽ സാധാരണ നെല്ലിക്ക മേടിച്ചതിന് ശേഷം അതിനെ നാലായിട്ട് പിളർന്നിട്ട് അതിൻ്റെ കുരു ഒന്ന് മാറ്റിയതിന് ശേഷം ഉണക്കി വെക്കാവുന്നതാണ്. പൊടിച്ച് വെക്കരുത് നെല്ലിക്ക ഒരിക്കലും. ഉണക്കിയതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് വേണമെങ്കിൽ പൊടിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുരുവുള്ള കുഞ്ഞു നെല്ലിക്കയാണ്. അതുകൊണ്ട് ഞാൻ ഇതിനെ ഡയറക്റ്റ് ഒരു പിടി എന്നുള്ളൊരളവിൽ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് കുതിർന്നതിന് ശേഷം ഇതിൻ്റെ കുരു വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പം മാർക്കറ്റിൽ കിട്ടുന്ന പൊടി വാങ്ങുന്നതിനെ കട്ടി നമുക്ക് നെല്ലിക്ക ഉണക്കിയെടുക്കുന്നതിന് നല്ലത്. പിന്നെ ഇതിനകത്തേക്ക് ചേർത്തിട്ടുള്ളത് കഞ്ഞിവെള്ളമാണ്. രാവിലെ നമ്മൾ ചോറ് വെച്ചതിൽ നിന്ന് ഊറ്റി മാറ്റിയിട്ടുള്ള കഞ്ഞിവെള്ളം. അതിന് പാടയുണ്ടെങ്കിൽ അതിങ്ങ് മാറ്റിയേക്കുക. അതിനുശേഷം ഞാനിവിടെ ഒരു 1.5 ഗ്ലാസ്സിന് വേണ്ടിയിട്ടുള്ള കഞ്ഞിവെള്ളം ഈ നെല്ലിക്കയിലേക്ക് ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് കുതിരാനായിട്ട് വെക്കാം. ഇത് കഞ്ഞിവെള്ളം അല്ല എന്നുണ്ടെങ്കിൽ തൈര് ചേർത്തിട്ടും, തൈര് ഒത്തിരി കട്ടയായിട്ടല്ല, ചെറിയൊരു ലൂസാക്കി നമ്മളൊരു മോര് പോലെ ആക്കിയിട്ട് ഇതേ രീതിയിൽ തന്നെ നെല്ലിക്ക ഇട്ട് ഒന്ന് അടച്ചു വയ്ക്കുക. ഒരു ദിവസം ഒന്ന് ഫെർമെൻറ്റേഷൻ ചെയ്യണം. അതായത് ഒരു നൈറ്റ് മൊത്തം ഇതിനെ നെല്ലിക്കയിലിട്ട് കുതിർന്ന് വെക്കണം. അപ്പോൾ രാത്രിക്ക് ശേഷം പിറ്റേ ദിവസം രാവിലെ ഞാനിവിടെ അടപ്പ് മാറ്റി നോക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ നെല്ലിക്കയുടെ അവസ്ഥ ഇതാണ്. അതിൻ്റെ കളറെല്ലാം ഇങ്ങനെ ഇളകി ഇപ്പം സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് ആ കുരു ഇനി വേർതിരിച്ച് കിട്ടുന്നുണ്ട്. അതുപോലെ കഞ്ഞിവെള്ളവും മുടിക്ക് വളരെ നല്ലതാണ്. നെല്ലിക്കയൊന്നും ഇടാതെ തന്നെ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് മുടി കഴുകുന്നത് വളരെ നല്ലതാണ്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മളെ വീട്ടിൽ എന്നും ഉള്ളതാണ്, പ്രത്യേകിച്ച് മലയാളികളുടെ അടുത്ത് കഞ്ഞിവെള്ളം. അപ്പം കഞ്ഞിവെള്ളം നല്ല തണുപ്പിച്ചതിന് ശേഷം മുടിയെ ഒഴിച്ച് കഴുകുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് തേച്ച് വെച്ചതിന് ശേഷം നോർമൽ വെള്ളത്തിൽ കഴുകിക്കളയുന്നത് മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പം ഞാനിവിടെ അതിൻ്റെ കുരു എല്ലാം ഒന്ന് ഞെരടി മാറ്റിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇങ്ങനെ കുരു മാറ്റിയെടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഉണക്കുമ്പോൾ തന്നെ കുരു മാറ്റി ഉണക്കിയാൽ മതിയാകും. അതിനുശേഷം ഇതിൻ്റെ കുരു ഒന്നും ഇല്ലാതിന് ശേഷം നമുക്കിതിൻ്റെ മിക്സിയിലെ ജാറിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ലൊരു പേസ്റ്റ് പരുവത്തിൽ നന്നായിട്ടങ്ങ് അരയണം. പിന്നെ ഈ ഒഴിക്കുന്ന മോരിൻ്റെ ആയാലും അല്ലെങ്കിൽ നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ ആയാലും അളവ് നമ്മുടെ മുടിയുടെ തിക്നെസ് അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മുടി കുറച്ച് ഉള്ളേ ഉള്ളൂ അല്ലെങ്കിൽ നീളം കുറവാണെന്നുണ്ടെങ്കിൽ ഇത്രയും വേണ്ടി വരത്തില്ല. പക്ഷേ എൻ്റെ മുടിയിലേക്ക് ഇത്രമാത്രം വേണ്ടി വരും. ഇത് നമ്മുടെ സ്കാൽപ്പിലും അതുപോലെ മുടിയിലും ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യണം. പിന്നെ ഇത് ചിലർക്ക് നെല്ലിക്ക ഒരു ചെറിയൊരു ഡ്രൈനെസ് പോലെ തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഒരല്പം നമ്മൾ എന്ത് എണ്ണയാണോ തലയിൽ തേക്കുന്നത് ആ എണ്ണ ഒരല്പം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. മുടിയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് മുടിയുടെ കെട്ടുകളെല്ലാം താഴെ നിന്ന് മുകളിലേക്ക് കെട്ടുകളെല്ലാം അറുത്ത് മാറ്റി നന്നായിട്ടൊന്ന് ചീപ്പി ഒന്ന് മുടി നല്ല സോഫ്റ്റാക്കി എടുത്തതിന് ശേഷം, ഇപ്പോൾ എണ്ണ തേക്കണമെന്നില്ല. എൻ്റെ മുടിയിൽ ഞാൻ 2 3 ദിവസം മുമ്പിട്ട് ഷാമ്പു അപ്ലൈ ചെയ്ത് കഴുകിയതാണ്. ഇപ്പോൾ അതേ അവസ്ഥയിലാണുള്ളത്. നേരത്തെ എൻ്റെ മുടി ഒത്തിരി സ്പ്രിങ് പോലെ മാഗി പോലുള്ളതായിരുന്നു. പിന്നെ നമ്മുടെ ആ വെണ്ടയ്ക്കയുടെ ഹെയർ പാക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ സോഫ്റ്റ് ആക്കിയുള്ള മുടിയാക്കി എടുത്തിട്ടുള്ളത്. വെണ്ടയ്ക്ക പ്രയോഗം നടത്തുന്നതിന് മുമ്പിട്ട് എനിക്ക് എൻ്റെ മുടി അറിയാവുന്നവർക്കറിയാം ഒരുപാട് കേർലി ആയിരുന്നു. പക്ഷേ വെണ്ടയ്ക്കയുടെ പാക്ക് ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്യണം. നല്ലൊരു പാക്കാണത്. മുടി നല്ല സ്മൂത്തായിട്ട് കിട്ടും. ഒരുപാട് കേർലി ആയിട്ടുള്ള മുടി നിവർത്തിയെടുക്കാൻ നല്ലതാണ്. അപ്പോൾ ഇത് നമ്മൾ ഉടക്കൊക്കെ ഒന്ന് മാറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ സ്കാൽപ്പിൽ മുടി ഫുള്ളായിട്ട് തല ബാക്കിൽ എല്ലാ ഭാഗത്തും നന്നായിട്ട് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്തതിന് ശേഷം കഴിയുമെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷമേ കഴുകിക്കളയാവൂ. 1 മണിക്കൂറൊക്കെ നിൽക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം മുടി ഒന്ന് കെട്ടിവെച്ച് ഒന്ന് വെച്ചേക്കുക 1 മണിക്കൂറെങ്കിലും. അതിനുശേഷം നോർമൽ വെള്ളത്തിൽ ആദ്യമേ ഒന്ന് കഴുകിക്കളയുക. നോർമൽ വെള്ളത്തിൽ ഫുള്ളായിട്ടൊന്ന് കഴുകി കളഞ്ഞതിന് ശേഷം മാത്രം ഷാമ്പു ഉപയോഗിച്ച് കഴുകാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ മുടിയുടെ ഉള്ളു വർദ്ധിക്കുന്നതിനും അതുപോലെ താരൻ മാറുന്നതിനും നല്ല കറുപ്പ്, നെല്ലിക്ക ഉപയോഗിക്കുന്നതുകൊണ്ട് നല്ല കറുപ്പ് കിട്ടും. ഈ ഒരു പാക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ്. അതുപോലെ ഫ്ലാക്സ് സീഡിൻ്റെ ഒരു പാക്ക് ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റിലെ ഒരുപാട് ഹെയർ ഓയിലുകൾ ഉപയോഗിക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ വെളിച്ചെണ്ണ നല്ല രീതിയിൽ തുളസിയിലയും കറിവേപ്പിലയൊക്കെ ഇട്ട് കാച്ചിയെടുക്കുന്ന എണ്ണ വളരെ നല്ലതാണ് മുടിക്ക്.
പുറമേ കൊടുക്കുന്ന ഈ ഹെയർ ഓയിൽ അല്ലെങ്കിൽ പാക്ക് സംരക്ഷണത്തിനേക്കാളും ഒരുപാട് ഗുണം കിട്ടുന്നതാണ് നമ്മൾ ഉള്ളിലേക്ക് ഡെയിലി ഒരു നെല്ലിക്ക കഴിക്കുക, ഫ്ലാക്സ് സീഡ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, അതുപോലെ കറിവേപ്പില ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇതൊക്കെ താരനും മുടി കൊഴിച്ചിലും എല്ലാം മാറ്റുന്നതിന്, ഹെയർ നല്ല തിക്കായിട്ട് വളരുന്നതിനും ഉപയോഗിക്കാവുന്ന നല്ലൊരു പാക്കാണ്. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.